മച്ചാമാരെ നൊമാഡിക് ട്രാവലറുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. ജയ്പൂർ ആംബർ ഫോർട്ടിലാണ് ഉള്ളത്. നാട്ടിൽ നിന്ന് ജയ്പൂരിലേക്ക് എങ്ങനെ വരാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര ചിലവ് വരും, ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാനുണ്ട്, ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ വഴിക്ക് വഴിയായി കാണാം, അതിൻ്റെ ബഡ്ജറ്റ്, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും, ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നത് മുതലുള്ള കാര്യങ്ങൾ കാണാൻ സുഹൃത്തുക്കളെ. നമുക്ക് ഉദയ്പൂരിലേക്കുള്ള ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് കോട്ട ജംഗ്ഷൻ, രാജസ്ഥാൻ കോട്ട ജംഗ്ഷനിലേക്ക് എടുത്തിട്ട് അവിടുന്ന് ഉദയ്പൂരിലേക്കുള്ള ട്രെയിൻ മാറിക്കയറിയിട്ട് പോകാനാണ് പോകുന്നത്. ഇതിപ്പം വരുന്നത് എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ 33 മണിക്കൂർ യാത്ര ചെയ്ത് രാജസ്ഥാനിൽ എത്തിയിട്ട് വേണം അവിടുന്ന് ട്രെയിൻ മാറിക്കയറിയിട്ട് പോകാൻ. അങ്ങനെ നമ്മൾ കോട്ട ജംഗ്ഷനിലെത്തി. കോട്ട ജംഗ്ഷനിൽ ഞാൻ വേറൊരു ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഉദയ്പൂരിലേക്ക് ആ ട്രെയിനാണ് വന്നിട്ടുള്ളത്. 22,997, അതായത് ജൽറ ഗംഗാധർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇതിൽ 10 മണിക്കാണ് നമ്മുടെ ഉദയ്പൂരിലെത്തുന്നത്. അവിടെ എത്തിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ആ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇവിടുത്തെ ബാത്റൂം. കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാത്റൂമിൻ്റെ സ്റ്റൈലൊക്കെ ആയിട്ട് രാജസ്ഥാൻ ആർക്കാണ് കംപ്ലീറ്റ്. ഈ ഒരു ബാത്റൂം ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് കംപ്ലീറ്റ് രാജസ്ഥാൻ ആർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച ആ ഒരു ബാത്റൂമിൽ മാത്രമാണോ, ഇപ്പുറത്തെ ബാത്റൂം നോക്കും, ഇപ്പുറത്തെ ബാത്റൂമിലുണ്ട്. അതുപോലെ തന്നെ ഓക്കെ ആട്ടെ, ബാത്റൂമിലും ഭയങ്കര രസമാക്കിയിട്ടുണ്ട് ഇവർ. ഇത് രാജസ്ഥാനിലോടുന്ന ലോക്കൽ ട്രെയിനാണ്. ഞാൻ വിചാരിക്കാം നമ്മളെ കേരളത്തിലോടുന്ന ട്രെയിന് കേരളത്തിൻ്റെ ആർട്ട് വർക്കിൽ ഇങ്ങനെ ബാത്റൂമിലെല്ലാം ഒട്ടിച്ച് നല്ല നീറ്റുമാണ് കേട്ടോ. ബാത്റൂം സൂപ്പർ. ബാക്കി ഞാൻ കാണിച്ചത് ഞാൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക്. അടിപൊളി ഗ്രീനറി കേട്ടോ, മഴ പെയ്ത് കഴിഞ്ഞ ഉടനെ ആയിക്കൊണ്ട്. ഇത് രാജസ്ഥാനി ട്രെയിനിൽ നിന്ന് കിട്ടിയ ഒരു താലിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ട്രെയിനിൽ ഫുഡ് കഴിക്കില്ല, പക്ഷേ രാജസ്ഥാനിലായിക്കൊണ്ട് ഒന്ന് കഴിച്ചു നോക്കിയതാണ്. താലിയാണ് സംഭവം. 4 ചപ്പാത്തിയും പിന്നെ അതിൻ്റെ പുറം കച്ചമ്പറും ചോറും. ഇത് കടലക്കറിയാണ്, ഇത് പനിനീർ കറിയാണ്, ഇതൊരു പച്ചക്കറിയും. സംഭവം 130 രൂപയാണെങ്കിലും സാധനം അടിപൊളി ടേസ്റ്റ് കേട്ടോ. രാജസ്ഥാനിൽ ഇത് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് താലി. അങ്ങനെ നീണ്ട 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി മക്കളെ. ഇതാണ് ഞാൻ വന്ന ട്രെയിൻ 22,997. ഇത് രാജസ്ഥാനിലെ ഏറ്റവും ലാസ്റ്റ് വരെ പോകുന്ന ട്രെയിനാണ്, ഗംഗാനഗർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊക്കെ പിന്നെ ബോർഡറാണ്, പാകിസ്ഥാൻ ബോർഡർ. ഞാനിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 10:10 എത്തേണ്ട ട്രെയിനായിരുന്നു ഇത്. ഇത് ലേറ്റായി, ഇപ്പോൾ 10:30 ഞാൻ 10:10 ചെക്ക് ഇൻ കൊടുത്തിട്ടുണ്ട്. റെയിൽ റിട്ടയർ റൂമാണ്. 350 രൂപക്ക് നല്ല അടിപൊളി AC ഡോർമെട്രിയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം, ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട്. അപ്പോൾ നമ്മൾ റിട്ടയറിങ് റൂം വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ. ഉദയ്പൂരിലുള്ളത് ഞാനവിടെ എത്തിയിട്ടുണ്ട്, കാണിച്ചുതരാം. അപ്പോൾ മച്ചാമാരെ, ഞാൻ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 റിട്ടയറിങ് റൂം വരുന്നത് ഉദയ്പൂരിൽ. ഇതാണ് എൻ്റെ നമ്പർ, 17-ാം നമ്പർ. ഞാൻ അവിടെ നിന്ന് എൻ്റെ ID കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കയറി. ഇതാണ് ഇവിടുത്തെ ഡോർമെട്രി. 350 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളും ഉദയ്പൂരെല്ലാം വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ലേറ്റായിട്ട് എത്തുന്നതാണെങ്കിലും റൂം ആവശ്യമുണ്ടെങ്കിലും ഈ ഒരു ഡോർമെട്രി സെലക്ട് ചെയ്യുക. നല്ല അടിപൊളി ബെഡാന്ന് മച്ചാമാരെ. ചാവിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സാധാരണ ഡോർമെട്രീസിൽ ഇങ്ങനെ ഉണ്ടാവാറില്ല. ഇത് സിംഗിൾ റൂം പോലെ തന്നെ ആയിട്ടുള്ളൊരു ഡോർമെട്രിയാണ്. 450 രൂപയാണ് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. നല്ല അടിപൊളി ഗ്ലാസും കാര്യങ്ങളും. ഇനി വാഷ്റൂമും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ 1, 2, 3, 4, 5 ഡോർമെട്രീസാണ് വരുന്നത്. ഇതുപോലെ നിങ്ങൾ മെയിനായിട്ടുള്ള എല്ലാ സ്റ്റേഷനിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ ഡോർമെട്രി കിട്ടും. കോമൺ വാഷ്റൂമാണ്, വാഷ്റൂം കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇനി നാളെ ഉദയ്പൂരിലെ കാഴ്ച. ഈ ഒരു ഐഡിയ നിങ്ങളെ മൈൻഡിലുണ്ടാവുക കേട്ടോ. നാളത്തെ കാഴ്ച നാളെ കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരുമ്പം തന്നെ മെട്രോ സ്റ്റേഷൻ്റെ ബോർഡുമാണ്. ഇവിടുന്ന് ആകെ അത്ര നടക്കാൻ മാത്രമേ ഉള്ളൂ, ചെറിയ ദൂരമേ ഉള്ളൂ. ഫുള്ള് സൈൻ ബോർഡ് ഉണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, മെട്രോ സ്റ്റാൻഡ് കറക്റ്റ്. ഇതാണ് നമ്മൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. പുറത്തുനിന്നുള്ള വ്യൂ നേർക്ക് കണ്ടോ. ആടുന്നതാ മെട്രോയുടെ മുകളിലേക്ക് കൂടിയെല്ലാം പോകുന്നു. മുമ്പിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കേ പോകണ്ടും കേട്ടോ. ഇവിടെ എത്തി മെട്രോ സ്റ്റേഷൻ. ഈ മുമ്പിൽ കാണുന്ന തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അത്രയും നടക്കാനില്ല. ഗൂഗിൾ മാപ്പിൽ ജയ്പൂർ മെട്രോ സ്റ്റേഷൻ അടിച്ചാൽ മതി. പിന്നെ അടുത്ത ഫസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നത് ഹവാ മഹലിലേക്കാണ്. അവിടെ പോകാൻ വേണ്ടിയിട്ട് ബഡി ചോപ്പർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകേണ്ടത്. ഇതാണ് മോനെ നമ്മുടെ ജയ്പൂരിലത്തെ മെട്രോ സ്റ്റേഷൻ. ആ ബഡി ചോപ്പർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി 2 കാലം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ
ഫസ്റ്റത്തെ ലൊക്കേഷനെത്തി, നമ്മുടെ ഹവാ മഹൽ. ഇത് പക്ഷേ തുറക്കാൻ 9 മണിയാവും. ഞാൻ അവിടുന്ന് 6 മണിക്ക് ഇറങ്ങി. ഹവാ മഹൽ ഇത് പാളും കാര്യങ്ങളൊന്നുമില്ല, ഷോപ്പിലും തുറന്നു വരുന്നേ ഉള്ളൂ മച്ചാന്മാരെ. വളരെ സിമ്പിളാണ്. എന്നെ ഇവിടുന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും നടന്നിട്ട് പോകാനുള്ള ദൂരം മാത്രമാണുള്ളത്. അതെങ്ങനെ പടിക്കോടിയായിട്ട് ചെയ്യുന്നതിൽ കറക്റ്റ് കാണിച്ചു തരാം. ടിക്കറ്റ് റേറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും നോക്കിയാട്ടെ, സംഭവം നമ്മളിതാ ഇൻസ്റ്റയിലും കാണുന്ന സാധനം മുതൽ നമ്മളെ മുമ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡീറ്റെയിൽസ് വീഡിയോ എന്തായാലും ഇത് തുറന്നിട്ട് നമുക്ക് ഉള്ളിൽ കയറണം. അതിന് മുമ്പായിട്ട് കടകൾ തുറന്നിട്ട് ഫുഡ് കഴിക്കണം. മെട്രോക്ക് 15 രൂപയേ ഉള്ളൂ കേട്ടോ ഇവിടത്തേക്ക്. മെട്രോക്ക് 15 രൂപ. അതുപോലെ തന്നെ അത് 5:30 മറ്റോ ഓപ്പൺ ആവും. ലാസ്റ്റ് സ്റ്റോപ്പാണ് ബഡി ചോപ്പർ. മെട്രോ ആണെങ്കിൽ വലിയ സീനും ഇല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെ കുറേ നമുക്ക് എന്താ പറയുക മാറി മാറി കയറേണ്ട സീനൊന്നും ഇല്ല. ഹവാ മഹലിൻ്റെ നല്ല ആളതിനെ ഫോട്ടോ എടുക്കണമെങ്കിലില്ലേ, ഞാൻ വന്ന പോലെ തന്നെ രാവിലെ വരിക. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട് വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കഫയാണ്. ഹവാ മഹലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഈ ആ കഫേൻ്റെ മുകളിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതാണ് മെയിൻ റോഡ് തന്നെയാണ് വരുന്നത്. 2 സൈഡ് റോഡുണ്ട്. ഒരു റോഡ് സൈഡ് ആ കാണുന്ന ചെറിയ സ്പേസിലിരുന്നിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോസിൻ്റെ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് സേരി ഡെഹോർജി കാ ദർവാസ. ഇതിലെ കൂടിയാണ് നമ്മൾ ഹവാ മഹൽ കണ്ടിട്ട് നേരെ ജന്തർ മന്ദറിലേക്ക് നടന്നു പോകേണ്ടത്. അടിപൊളിയാണ് കേട്ടോ. നല്ല ജയ്പൂർ രാജസ്ഥാൻ ആർട്ട് വർക്കും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള കവാടങ്ങളാണ്. അതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രാവിന് തീറ്റ കൊടുക്കുന്ന സംഭവങ്ങളിലുണ്ട്. പ്രാവിലും പറഞ്ഞോ നോക്കിയിട്ട് എന്ത് രസമാണ്. രാവിലെയാണ് ഞാൻ അവിടുന്ന് നേരെ ജന്തർ മന്ദറിലേക്ക് നടന്നു പോയിന്ന്. ഹവാ മഹലിൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ ഈ ജന്തർ മന്ദറിലേക്കല്ലോ. ഇവർ കൊടുത്തൊരു ആചാരം തോന്നുന്നു കേട്ടോ, പ്രാവിനിങ്ങനെ തീറ്റ കൊടുക്കൽ. അല്ല കുറേ പ്രാവുണ്ട്. ഇങ്ങനെ പ്രാവിന് തീറ്റ കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലും കാണാം. അടിപൊളി എന്തായാലും. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ ഇത് മാത്രമാണ് ഇവിടെ ഷോപ്പ് തുറന്നാൽ കണ്ടത്. ഇതുകൊണ്ട് പിന്നെ നമ്മളെ നാട്ടിലെ മുളക് ബജി, കച്ചോരി എന്ന് പറയൽ ഈ സാധനം. കുഴപ്പമില്ല. എന്തായാലും ഓരോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടേസ്റ്റ് നമ്മളെന്തായാലും അറിയണ്ടേ. അപ്പോൾ കഴിക്കൽ തന്നെ, വേറെ എന്താ ചെയ്യുക. നമ്മളിപ്പോൾ സിറ്റി പാലസിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളും 9 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. ഇപ്പോൾ ഓപ്പൺ ആവാൻ പോവുകയാണ്. ഏകദേശം 8:50 നമുക്കെന്തായാലും ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അസ്ലം ആ, ഇതങ്ങനെ മഹാരാജ പാലസിൻ്റെ ഉള്ളിൽ കയറി. 300 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വരുന്നത് ഇന്ത്യൻസിന്. അവിടെ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ടിക്കറ്റും അതുപോലെ തന്നെ ചെറിയൊരു മാപ്പും കാര്യങ്ങളും കിട്ടും. ബാക്കിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇതാണ്. മുമ്പിൽ കാണുന്നതാണ് മുബാറക് പാലസ്. സവായ് ജയ്സിംഗ് 2ാമനാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നമുക്ക് കുറേ കൊട്ടാരങ്ങളും കാര്യങ്ങളാണ് കാണാനുണ്ടാവുക. ശ്രീ ഗോവിന്ദ് ജി ക്ഷേത്രം, സിറ്റി പാലസ്, മ്യൂസിയം, മഹാറാണിയുടെ കൊട്ടാരം, അതുപോലെ തന്നെ മുബാറക് മഹൽ, അങ്ങനെ കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് തന്നെ നല്ല യൂറോപ്യൻ മുഗൾ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു മിശ്രിതമാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുബാറക് മഹലാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ചരിത്രം പറയാനാണെങ്കിൽ വീഡിയോ ഫുള്ള് ബോറിംഗ് ആയി പോകും. ഇപ്പോൾ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോൾ തുറന്ന പാടന്നെ ആയിക്കൊണ്ട് ഞാൻ മാത്രമേ ഇല്ലൂ. കറക്റ്റ് 9:30 സ്റ്റാർട്ട് ചെയ്ത് 9:30 ഞാൻ കയറി. പിന്നെ ബാഗെല്ലാം എടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം കയറാൻ. അതിനൊരു 20 രൂപയും കൂടി എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് സിറ്റി പാലസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. മുബാറക് മഹലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. നല്ല ഉണ്ട് കാണാൻ. രാജസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കൊട്ടാരങ്ങളും കോട്ടകളും കാര്യങ്ങളും തന്നെ കാണാൻ. ഇത് ഇവിടുത്തെ മെയിൻ, അതായത് നമ്മുടെ ജയ്സിംഗ് താമസിച്ച കൊട്ടാരമാണ് നമ്മുടെ ടൗണിലില്ല. സൈഡിൽ ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മൊത്തം ചുറ്റി നടന്ന് കാണാം പെട്ടെന്ന് തന്നെ. ഒരു ഗൈഡിനെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചുറ്റി കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ നടന്ന് ചുറ്റി കാണാം, അത്ര തന്നെ. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സിലും വരുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം. ഈ ഒരു ജയ്പൂർ, ജോധ്പൂർ, രാജസ്ഥാനിൽ. എൻ്റെ കുറച്ച് ടൂറിസ്റ്റിനെയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് പണ്ടത്തെ ചിത്രവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഭയങ്കര ലൈറ്റ് ഓഫാക്കിയിട്ട് ഉള്ള സംഭവമാണ് ഇവിടെ. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ കഴിയും. ഇതിലിത പഴയ
ആർട്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. മ്യൂസിയം അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ കാണാനില്ലത്. എന്തായാലും ജയ്പൂരിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാലസ് എന്തായാലും മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ സിറ്റി പാലസ്. സിറ്റി പാലസിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നമ്മുടെ ജന്തർ മന്ദിർ എത്തി. ടിക്കറ്റിന് 52 രൂപയെ വരുന്നില്ലൂ. ഇവിടെ പിന്നെയോ ഓക്കെയാണ്, പക്ഷേ എങ്കിൽ 300 രൂപ കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ജന്തർ മന്ദിറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ മച്ചാനെ നമ്മളിതാ ജന്തർ മന്ദിറിൻ്റെ ഉള്ളിൽ കയറി. ജന്തർ മന്ദിറിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. അത്ഭുതം എന്ന് പറഞ്ഞ സ്ഥലമാണ്. കാരണം 18-ാം നൂറ്റാണ്ടിൽ മഹാരാജ ജയ്സിംഗ് നമ്മുടെ സൂര്യൻ്റെയും നക്ഷത്രത്തിൻ്റെയും സമയമൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ജന്തർ മന്ദിർ. ഇവിടെ ടോട്ടലി 19 ഉപകരണങ്ങളാണുള്ളത്. ഈ ഓരോ ഉപകരണത്തിനും വ്യത്യസ്ത തരത്തിലുള്ള പ്രയോജനങ്ങളും കൂടിയാണ് ഉള്ളത്. അതാണ് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കാണുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങോട്ടെല്ലാം ഉണ്ട്. അങ്ങനെ ടോട്ടൽ 19 സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഗൈഡിനെ ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ എന്ത് ചെയ്യുക, ജെമിനിനെ നമുക്ക് വിളിക്കാം. ജെമിനിനോട് നമുക്ക് ചോദിക്കാം. ഞാനിപ്പോൾ ജന്തർ മന്ദിറിലാണുള്ളത്. ജന്തർ മന്ദിറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. തീർച്ചയായും. ജന്തർ മന്ദിർ രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ്. 18-ാം നൂറ്റാണ്ടിൽ മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് ഇത് പണികഴിപ്പിച്ചത്. സമയമറിയാനും സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങൾ പഠിക്കാനുമുള്ള വലിയ ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്കും ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു അത്ഭുതകരമായ സ്ഥലമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയൂ. ഇവിടെയുള്ള ഉപകരണങ്ങളെ പറ്റി കൂടുതൽ പറയൂ. തീർച്ചയായും. ജന്തർ മന്ദിറിലെ ഓരോ ഉപകരണത്തിനും അതിൻ്റെതായ പ്രത്യേക ഉപയോഗങ്ങളുണ്ട്. സമയമറിയാനും സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങൾ ട്രാക്ക് ചെയ്യാനും അവ ഉപയോഗിച്ചിരുന്നു. ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്കും ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു അത്ഭുതകരമായ സ്ഥലമാണ്. ഇവിടുത്തെ വലിയൊരു മെഷീൻ ഉണ്ട്. അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ എൻ്റെ പുറകെ കാണുന്ന ഒരു അടിപൊളി ജന്തർ മന്ദിറിലെ ഏറ്റവും വലിയ മെഷീനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ജന്തർ മന്ദിറിലെ ഏറ്റവും വലിയ ഉപകരണമായ സമ്രാട്ട് യന്ത്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു വലിയ സൂര്യഘടികാരമാണ്. ഇതിന് 27 മീറ്റർ ഉയരമുണ്ട്. ഇത് ഉപയോഗിച്ച് സമയം വളരെ കൃത്യമായി അറിയാൻ കഴിയും. ജ്യോതിശാസ്ത്രത്തിൽ ഈ സ്ഥലത്തിനുള്ള പ്രാധാന്യം ശരിക്കും അത്ഭുതകരമാണ്. കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മളെ കൈവിൽ ഗൈഡിന് കൊടുക്കാനുള്ള 10-300 രൂപയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജെമിനിനെ വിളിക്കും, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അത്ര പക്ഷെങ്കിൽ വന്നാൽ ഇതെല്ലാം എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര അത്ഭുതമാണ്. എന്നാലും മുകളിലത്തെ ആകാശത്തിലെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും നിരീക്ഷണമൊക്കെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് സംഭവങ്ങൾ ഈ ഒരു ബിൽഡിങ് കൊണ്ട് കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അവർ മനസ്സിലാക്കുന്നില്ല. അത് ഭയങ്കര അത്ഭുതമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ ജന്തർ മന്ദിരം കൂടി വിസിറ്റ് ചെയ്യുക. സിറ്റി പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് നടന്നിട്ട് തന്നെ കാണാൻ പറ്റും. ജന്തർ മന്ദിർ, സിറ്റി പാലസ്, ഹവാ മഹൽ, ഇത് 3 ഞാൻ നടന്നിട്ടാണ് കണ്ടത്. ഏകദേശം 11 മണിയാകുമ്പോഴത്തേക്ക് സംഭവം കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നോക്കട്ടെ, ഇനി ആൽബർട്ട് മ്യൂസിയത്തിലേക്കാണ് പോകാനുള്ളത്. പിന്നെ 3 ഫോർട്ട് ഉണ്ട്. അവിടെ ചിലപ്പോൾ ഇന്ന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ ആയിരിക്കും പോവുക. അപ്പോൾ നമുക്ക് നേരെ ഈ ആൽബർട്ടിൻ്റെ അപ്പോൾ നമുക്ക് സംഭവം ഇതൊന്ന് ചുറ്റിക്കണ്ടിട്ട് ഇവിടുന്ന് നേരെ തിരിക്കാം. അടുത്തത് ഒരു ഡോർമെട്രി നോക്കുന്നുണ്ട്. ഞാൻ ഡോർമെട്രി നോക്കി 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോർമെട്രി ആ ഒരു ഡോർമെട്രിയിലേക്ക് ഇലക്ട്രിക് റിക്ഷയിലേക്ക് കൂടി പോയിന് 2 കിലോമീറ്ററാണ് ഉള്ളത് ഡോർമെട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രിക് റിക്ഷ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ സുഖമാണ്. ഒരുപാട് ഇലക്ട്രിക് റിക്ഷകളുണ്ട്. നിങ്ങൾ കാണുന്നില്ല, 10-20 രൂപയ്ക്കെല്ലാം നമുക്ക് 1-2 കിലോമീറ്ററിൽ നമുക്ക് ഇതിന് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ ഡോർമെട്രി എടുത്തിട്ടുണ്ട് കേട്ടോ. ഡോർമെട്രീൻ്റെ പുറത്തുള്ള ഭാഗമാണ് കാണുന്നത്. നമ്മുടെ ആ ഒരു ഹവാ മഹലിൻ്റെ എല്ലാം അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. ഞാൻ ഡോർമെട്രി ഒന്ന് കാണിച്ചുതരാം. ഫസ്റ്റ് എന്നോട് 300 പറഞ്ഞു. ഞാൻ പിന്നെ ബാർഗെയിൻ ചെയ്ത് 200 എത്തിച്ച്. അതിൽ കൂടുതൽ ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം ഈ 200 രൂപയ്ക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഒന്നും മുതലാവില്ല. ഒരു ജോബ് സീസണാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനങ്ങനെ കൂടുതൽ ബാർഗെയിൻ ചെയ്തിട്ടില്ല.
ബെഡിൽ നല്ല തടിയുള്ള അടിപൊളി ബെഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു റൂമിൽ 4 എണ്ണമാണ് വരുന്നത്. ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചാവിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, ലോക്കറിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വാഷ്റൂമും അടിപൊളി വാഷ്റൂമാണ്. നോക്കിയാട്ടെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. ഇവർ പറഞ്ഞത് ഇത് പുതിയ പ്രോപ്പർട്ടിയാണ്, പുതിയതായിട്ട് എടുത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോസിലിടാം. അടിപൊളിയാണ് കേട്ടോ പ്രോപ്പർട്ടി. നോക്കിയാട്ടെ, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പുതിയതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. രാവിലെ ഫ്രഷ് ആയതാണ്. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയതിന് ശേഷം ആൽബർട്ട് ഐൻസ്റ്റൈൻ മ്യൂസിയം കണ്ടിട്ട് നമ്മൾ നേരെ ഇന്ന് നാർഗ ഫോർട്ടും കൂടി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. എൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ബൈക്കിൽ നമ്മളെ കൊണ്ടുവിടും പോകാൻ വേണ്ടിയിട്ട്. നാർഗട്ട് ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 100 വരാൻ വേണ്ടിയിട്ട് 100 ഉണ്ടാവുക. ബൈക്കിൽ അമ്മ പോയിക്കൊണ്ടൊക്കെയാണ് കേട്ടോ. അവ ഈ ഒരു ഗള്ളിയിലേക്ക് കൂടിയാണ് കയറി പോകേണ്ടത്. കുറച്ച് അഡ്വഞ്ചറാണ് കേട്ടോ. ഇത് ഒരു ഗല്ലിയിലേക്ക് കൂടിയാണ് പോകേണ്ടത്. കുറച്ച് അഡ്വഞ്ചറാണ്. ടിക്കറ്റിന് 52 രൂപയാണ് വരുന്നത്. ഇതാണ് എൻ്റെ ടിക്കറ്റിൻ്റെ എൻട്രി കവാർഡ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കഥ ഞാൻ പറഞ്ഞത്. നാർഗഡ് ഫോർട്ടിൻ്റെ ഉള്ളിലെത്തിയേട്ടാ 52 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നേരെ നടന്നു പോകണം. നടന്നു പോകുമ്പോൾ 2 സൈഡിലായിട്ട് സൺറൈസ് വ്യൂ പോയിൻറ്റ്, സൺസെറ്റ് വ്യൂ പോയിൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജയ്പൂരിൻ്റെ നല്ല കംപ്ലീറ്റ് വ്യൂ പോയിൻ്റെല്ലാം കിട്ടുന്ന ഏരിയയിലുണ്ട്. അതിലും പോയി കഴിഞ്ഞാൽ ജയ്പൂരിൻ്റെ ഫുൾ ടൗൺ വ്യൂ പോയിൻറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ വരുന്ന വഴിയിൽ സൈഡിൽ ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ ATM ഉണ്ട് SBIൻ്റെ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ജയ്പൂർ ടൗണിൽ നിന്ന് കാണുന്ന ഫോർട്ട്. അടിപൊളിയാണ് കേട്ടോ. ഇത് രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 9:30 വരെ ഉണ്ട്. 9:30 വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ജയ്പൂർ ടൗൺ ഇങ്ങനെ ലൈറ്റെല്ലാം ഇട്ടിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ഈ കോട്ടൻ്റെ ഉള്ളിൽ പോയിട്ട് ഉള്ളിലുള്ള കാഴ്ചകളാണ്. അതിന് മുമ്പായിട്ട് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് വരുന്നത്. ബൈക്കിലും വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈക്കിൽ ഗൈഡും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് പേരായിട്ട് വരുന്നതെങ്കിൽ ഗൈഡും കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ നോക്കി പറഞ്ഞുതരും. നൈപ്പിൻ്റെ ചെറിയൊരു ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നാർഗട്ട് ഫോർട്ടിൻ്റെ കാര്യങ്ങൾ ഇവിടെ നല്ല അടിപൊളി വീഡിയോ സ്പോട്ടെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെ നടുക്ക് നിന്നിട്ട് തിരിഞ്ഞെടുക്കുന്ന വീഡിയോ പൊളി. പക്ഷേങ്കിൽ ക്യാമറ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാർഗഡ് ഫോർട്ടിൻ്റെ വേറൊരു എൻട്രി വരുന്നത്. ഈ ഒരു നാർഗഡ് ഫോർട്ടിന് കടുവകൾ വസിക്കുന്ന സ്ഥലം കൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഈ ജയ്സിംഗ് രാജകുമാരന്മാർ താമസിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ നാർഗഡ് ഫോർട്ട്. അതിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാധവേന്ദ്ര എന്ന് പറയുന്നൊരു കൊട്ടാരം കൂടിയുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിക്കാനാൽ കാണുന്ന ജയ്പൂരത്തെ സീനും അടിപൊളിയാണ്. അതുപോലെ തന്നെ കുറേ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ സമയത്തും അടിപൊളിയാണ്. ഈ ഒരു ടൈം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മാത്രമല്ല, ഇങ്ങനെയുള്ള കൊട്ടാരങ്ങളിലെല്ലാം വരുമ്പോൾ ഇതുപോലുള്ള കൊട്ടാരങ്ങളെ പറ്റിയിട്ട് ഒന്ന് വിക്കിപീഡിയയിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചിരിക്കുന്നതും ഭയങ്കര രസമാണ്. ഇതുകൂടിയുള്ളൊരു ജലസംഭരണിയാണ്. ഇത് ഫിൽട്ടർ ചെയ്യാനുള്ള സംഭവം ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ചെറിയ ഫുഡ് സ്പോട്ടും കാര്യങ്ങളും കിട്ടും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആൽബർട്ട് ഹാൾ മ്യൂസിയം കാണാൻ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതും കൂടി കണ്ടെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഫുള്ളാവും. സമയം 4:50 അതിനെത്രയാണ്. ഞാൻ രാവിലെ നിങ്ങൾക്ക് അറിയാമായിരിക്കും 9:30 തുടങ്ങിയതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നല്ല ചെറിയ അടിപൊളി പാർക്കുണ്ട്. 2 സൈഡും പാർക്കുണ്ട്. അവിടെയാണ് മറ്റേ ചെറിയ ചിടിയാഘറില്ല. 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയം കൂടി കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലം പോകുന്നെങ്കിൽ പോകും ജൽമഹൽ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ നോക്കും. അപ്പോൾ ഞാൻ കൂടുതൽ യാത്ര ചെയ്തത് ഇലക്ട്രിക് റിക്ഷകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഇതും കൂടി കണ്ടതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളോട് കണ്ടിട്ട് കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഞാൻ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ജയ്പൂരിലെ റാം നിവാസ് പൂന്തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയം. ഇതിന് ഗവൺമെൻറ് സെൻട്രൽ മ്യൂസിയം എന്നുള്ള പേരുമുണ്ട്. ഈ മ്യൂസിയത്തിൽ ചിത്രങ്ങൾ, ശില്പങ്ങൾ, അലങ്കാര കലാവസ്തുക്കൾ, പ്രകൃതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ മമ്മി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പഴയ പുരാതന വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ രാജാക്കന്മാരെ അമ്പും വില്ലും
മറ്റേ തോക്കും വാളും പരിചയും അതുപോലെ ഹെൽമെറ്റും കാര്യങ്ങളും പഴയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ പഴയ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അത് അടിപൊളിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ജയ്പൂർ ഏകദേശം നാട്ടിൽ നിന്ന് വന്നിട്ട് എങ്ങനെയെല്ലാം കറങ്ങണം, ഏതൊക്കെ രീതിയിലാണെന്നുള്ളതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ ആകെ കാണാൻ പോകേണ്ടത് നമ്മുടെ ആംബർ ഫോർട്ട്, ജയ്ഗട്ട് ഫോർട്ട് എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. പോകുന്ന വഴിയിലാണ് ജൽമഹൽ വരുന്നത്. 7 കിലോമീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് വൺ സൈഡ്, അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ ഇതുവരെ ആയിട്ടുള്ള എൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 4000 രൂപയാണ്. അതായത് നാട്ടിൽ നിന്നുള്ള ട്രെയിനും ഫുഡും അതിതെല്ലാം ആയിട്ട്. ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. കാരണം എന്താ പറയുക, വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ രാവിലെ ഇറങ്ങിയതിൽ പരമാവധി നടന്നിട്ട് തന്നെയാണ്. കാരണം അത്രയേ ഉള്ളൂ, നടക്കാനുള്ളതേ ഉള്ളൂ. അതായത് ഹവാ മഹൽ, ജന്തർ മന്ദിർ, അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ മ്യൂസിയം, അതൊക്കെ ഈ റിക്ഷകളും കാര്യങ്ങളൊക്കെ 10 രൂപ കൊടുക്കുന്ന ഷെയർ റിക്ഷകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു കറങ്ങിയത്. എൻ്റെ കയ്യിൽ നിന്ന് 4000 രൂപ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ കൂട്ടിക്കോ. നാളത്തതും കൂട്ടിയിട്ട് ഒരു 1000 രൂപയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6000 രൂപയായി. പിന്നെ നാട്ടിലേക്ക് പോകുന്നതും കൂടിയിട്ട് ഒരു 7000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയ്പൂർ അടിപൊളിയായിട്ട് കറങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഡോർമെട്രി അവിടെ ഇന്ന് നൈറ്റും കൂടി സ്റ്റേ ഉണ്ട്. നാളെയും കൂടി കറങ്ങിയിട്ട് മിക്കവാറും ജോധ്പൂറിലേക്ക് പോകും. പിന്നെ കാണുന്നത് നിങ്ങൾ ജോധ്പൂർത്തെ ഇതായിരിക്കും. നാളത്തെ എപ്പിസോഡ് ഞാൻ വേറെ തന്നെയായിട്ട് ചെയ്യുന്നുണ്ട്, ഈ 2 ഫോർട്ടും ജൽമഹലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും, അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.